അപ്പോൾ MJX എന്ന് പറയുന്ന ബ്രാൻഡിനാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതും ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്ന 1/12 സ്കെയിൽ വരുന്നത്. ഇത് 1/32 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി വലിപ്പമുണ്ട്. ഇത് 1/12 സ്കെയിൽ വരുന്ന ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു ഹോബി ഗ്രേഡ് RC. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഹോബി ഗ്രേഡ് ഒന്നും മേടിക്കണമെന്ന്. നമ്മൾ ടോയ് ഗ്രേഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോയ് ഗ്രേഡ് മേടിക്കാനും ഹോബി ഗ്രേഡ് മേടിക്കാനും ഉള്ള ഒരു പൈസയുടെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇത് മേടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഒരു രക്ഷയില്ലാത്ത മോഡലാണ്. ഞാൻ ഒന്നുകൂടെ കണ്ട് ഞെട്ടുന്നൊന്നുമില്ല. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും വലിയ ഭീകര ബോക്സിലാണ് ഈ ഒരു ഐറ്റം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് എന്തായാലും നമ്മളിത് ടെസ്റ്റ് അടിക്കാതെ നമുക്കിത് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അൺബോക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സിനകത്താണ് ഈ ഐറ്റം വരുന്നത്. എൻ്റെ മോനെ ഒടുക്കത്തെ വെയിറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 1/8 സ്കെയിൽ വരുന്ന മോഡലുണ്ട്. അപ്പോൾ അതിനൊരു 5-5.5 കിലോ വരും. ഇതെനിക്ക് ഏകദേശം നോക്കിയിട്ടൊരു 2-2.5 കിലോ തൂക്കം വരുന്ന ഐറ്റമാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് താഴെ പോകായിരുന്ന ഭാഗ്യം ഇതൊരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. നല്ല വെയിറ്റാണ് ഗൈസ്. അത്യാവശ്യം നല്ല വെയിറ്റുണ്ട്. ഒറ്റക്കൈയിലൊക്കെ പിടിക്കാൻ ഒരു 30 സെക്കൻഡൊന്നും താങ്ങി നിൽക്കാൻ പറ്റില്ല. അത്രയും നല്ല വെയിറ്റുള്ള ഐറ്റമാണ്. എൻ്റെ അമ്മോ, ഇടത്തൊക്കെ എനിക്ക് തീരെ വശമില്ല. അതുകൊണ്ട് നല്ല വെയിറ്റ് അറിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിനകത്താണ് ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനോട് നമുക്ക് എന്താ പറയുന്നത്, ഒരു സ്പ്രിങ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇതായിരിക്കാം. എനിക്കൊന്നും അതിനകത്ത് കിടക്കുന്നതിനെക്കാളും സ്പ്രിങ്ങിന് കുറച്ചുകൂടെ എന്താ പറയുന്നത് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള സാധനമായിരിക്കാം. പിന്നെ വരുന്നത് ഇതിൻ്റെ ചാർജറാണ്. പിന്നെ സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ ടയർ അടിക്കാൻ വേണ്ടിയുള്ള ടൂളുണ്ട്. പിന്നെ കുറച്ച് എല്ലാങ്കി ഒക്കെ ഉണ്ട്. ഇത് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ടയർ അടിക്കാനുള്ള ടൂളൊക്കെയാണിത്. ആൻഡ് ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറയുന്നത്. പണ്ട് ഞാൻ എന്നെ ഗൺ റിമോട്ട് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതങ്ങനെ തന്നെ തോന്നോട്ടെ, എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇത് ചാനൽ 4 എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ വിഞ്ചിൽ എന്തോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഈ ബട്ടണിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ നോക്കിയിട്ടൊന്നും വർക്കാകുന്നില്ല. ഈ ചാനൽ 3 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും വരുന്നത്. ഇത് നമ്മുടെ സ്റ്റിയറിങ് തിരിക്കുന്നതിനാണ്. സ്റ്റിയറിങ്, അതായത് വീൽ നമുക്ക് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓടിക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ റേഡിയസാണ്, എത്രത്തോളം വീല് തിരിയണം എന്നുള്ളതിൻ്റെ റേഡിയസ് സെറ്റ് ചെയ്യുന്ന സാധനമാണിത്. ഇത് വരുന്നത് ക്രൂയിസ് കൺട്രോളാണ് വരുന്നത്. ഇത് ഓണായി കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുന്നത്, തിരിച്ചും ഒക്കെ കൊടുത്താൽ മാത്രമേ ടേൺ ചെയ്ത്. ഇതറിയാലോ, ഇതാണ് ടേൺ ചെയ്യുന്ന ഐറ്റമൊക്കെ വരുന്നത്. നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നൊന്നുമില്ല, കാരണം നിങ്ങൾ എന്നേക്കാൾ മുന്നേ ഈ ഒരു ഐറ്റം കണ്ടു കാണും. ആൻഡ് ഇത് വരുന്നതാണ് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഐറ്റം. അപ്പോൾ ഇത്ര ഉള്ള ഈ റിമോട്ട് വരുന്നത്. ഇതിൻ്റെ കൂടിയതിൻ്റെ അകത്ത് വരുന്നതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഡിഫറൻഷ്യൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 വീൽ ഡ്രൈവറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോൺകോ എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുന്നത്, ഒറിജിനൽ മോഡലിന് തന്നെ അതിൻ്റെ നേരെ റിപ്ലൈക്കാണ് ഈ ഒരു മോഡൽ. ഫോർഡ് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഫോർഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ മറ്റേ എന്താ പറയുക കുടിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 2069 അതും ആ വണ്ടിയിലുള്ളതാണ്. ഇതിൻ്റെ വലിയ വണ്ടിയിലും ബീഫ് ഗുഡ്രിച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ, എക്സാക്ട് സാധനം. ഈ ഒരു പാറ്റേൺ തന്നെ വണ്ടി അതുപോലെ തന്നെ എന്താ പറയുക സ്കെയിൽ ചെയ്ത് ചെറുതാക്കിയ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. ഇത് ലൈറ്റ് കാര്യങ്ങൾ, ഹിഞ്ച് എല്ലാം അതുപോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ ടയർ ഒരു രക്ഷയില്ല. ഈ ടയർ ഞെക്കുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കും കേട്ടോ. അത്രയും സോഫ്റ്റ് ടയറാണ്. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും അള്ളിപ്പിടിച്ച് കയറിപ്പോക്കോളും. ആൻഡ് ഒരു 2-2.5 കിലോ എന്തായാലും വരും. കാരണം ഇതിൻ്റെ വലിയ വണ്ടി, അതായത് 1:8 വരുന്നത് ഒരു 5.5 കിലോ ആണ്. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഒരു 2-2.5 കിലോ വരും. നമുക്ക് കയ്യിലൊന്നൊരു 30 സെക്കൻഡൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നല്ല വേദന എടുക്കും കൈ, അത്രയും വെയിറ്റ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഫുൾ മെറ്റലാണ് ഇതിൻ്റെ ചാസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഒറിജിനൽ വണ്ടി എടുത്ത് നമ്മൾ ചെറുതാക്കി നമ്മുടെ ടേബിളെ വെച്ച് ഇരിക്കുക. ആ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഈ റോൾ കേജും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വരുന്നത് ഫൈബറിലെ, ഫുള്ളി ഫൈബറാണ്. ഇതും ഫൈബറാണെന്ന് തോന്നുന്നു. അതെ, ഫൈബർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റിയറിൽ ഒരു അഡീഷണൽ ടയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആ വണ്ടിയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ നേരെ റിപ്ലൈക്കാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്ത നമ്മുടെ ബ്രോൺകോ എന്ന് പറഞ്ഞത്. അത് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച്, ഇത് 1/32 ഒക്കെ വരുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അത്രയും ചെറുതാണത്. ഉണ്ടോ, ഇതിൻ്റെ വീലും അതിൻ്റെ വീലും തമ്മിൽ കണ്ടോ. അപ്പോൾ ഇതൊരു മാഗ്നറ്റ് സെറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഇവിടെ പിടിച്ചിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പണായി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടറൊക്കെ വരുന്നത്. ഇത് ബ്രഷ്ലെസ് ആണ്. ആൻഡ് ഫുള്ളി വാട്ടർ പ്രൂഫായിട്ടൊരു സാധനമാണ്. ആൻഡ് ഇതിൻ്റെ ചേസും കാര്യങ്ങളും എല്ലാം വരുന്നത് ഫുള്ളി മെറ്റലാണ്. ആൻഡ് വാട്ടർ പ്രൂഫാണ് വരുന്നത്. നമുക്ക് വെള്ളത്തിലിറക്കി മുക്കിയെടുത്ത് ഓടിക്കാം. ആകെ ഞാനിത് മേടിച്ചപ്പോഴത്തേക്കിനും കടക്കാരനോട് സജസ്റ്റ് ചെയ്തത് ബാറ്ററി മാത്രം, അത് വെള്ളത്തിൽ മുക്കിയാൽ അടിച്ചു പോയില്ലോ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ബാക്കിയെല്ലാം നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുത്താലും യാതൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റ് വരുന്നത്. ഇവിടെയുണ്ട്. ഇതിങ്ങോട്ടൊന്ന് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്നുള്ളൊരു പേടിയും വേണ്ട. വണ്ടിയുടെ ബോഡി പിടിച്ച് നമ്മൾ പൊക്കിയാലും ഇത് ഊരിപ്പോകത്തൊന്നുമില്ല.
ആൻഡ് ഇതാണ് നമ്മുടെ റിസീവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മുടെ ESC വരുന്നു. ഇത് നമ്മുടെ മോട്ടർ. പിന്നെ ഒരു 20 kg ഒരു സെർവോ അവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് സസ്പെൻഷനൊന്നും ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓയിൽ സസ്പെൻഷനാണ് വരുന്നത്. ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ഹോബി ഗ്രേഡ് RC മേടിക്കുക എന്നുള്ളത്. ആൻഡ് നമ്മൾ എന്താ പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സാധനം നമ്മളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വഴി തെളിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു കാര്യം. ആൻഡ് ഇതിന് ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ചെയ്ത ബട്ടൺ വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. കാണിച്ചു തരാം. താണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ഒരു കുന്ന് ലൈറ്റുണ്ട്. ഇതിൻ്റെ എന്താ പറയുന്നത്, ഗ്രില്ലിയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ റൂഫിൻ്റെ ഇവിടെ ആയിട്ട്, അതായത് ഇൻറ്റീരിയർ വരുന്ന ഇതുണ്ട്. കുറേ റോൾ കേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്നത് ഇത് ഫൈബറാണോ അലുമിനിയം ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് ഫൈബർ ആണെങ്കിൽ അപാര ബിൽഡ് ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല. ആൻഡ് ഇവിടെയാണ് നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യുന്നത്. ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ ഇവിടെ ചാനൽ 3 ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും, കണ്ടോ. പിന്നെ ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. നമ്മുടെ പോലീസ് ലൈറ്റൊക്കെ പോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. പിന്നെ ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇതാണെന്ന് തോന്നുന്നു പോലീസ് ലൈറ്റ് അല്ലേ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആൻഡ് ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. പിന്നെ ഇതിനകത്തൊരു ഫാൻ കറങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാമായിരിക്കും. അത് നമ്മുടെ ESC കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഓടിക്കുന്നില്ല, കാരണം അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എത്ര സ്പീഡിലാണ് കിടക്കുന്നത് എനിക്ക് വലിയ പിടിയില്ല. വണ്ടി ചിലപ്പോൾ ജമ്പ് ചെയ്യും, കാരണം അത്രയും എന്താ പറയുക സ്പീഡുള്ളൊരു വണ്ടിയാണ് ഈ ഇരിക്കുന്ന ഐറ്റം. അപ്പോൾ ഞാൻ ഈ താഴെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് ഇതിൻ്റെ ഫുൾ സ്പീഡും പെർഫോമൻസും എല്ലാം എടുക്കാം. കാരണം ഞാൻ ഹോബി ഗ്രേഡ് RC ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങൾ കാണും. വണ്ടി തെക്ക് വടക്കൊക്കെ പോകും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓടിച്ച് കാണിച്ചു തരാം. അതാ വണ്ടി ഇതിൻ്റെ റിവേഴ്സ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നമ്മൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഇത് തീരെ എന്താ പറയുക സ്പീഡ് കുറഞ്ഞു വരും. പക്ഷേ ഫ്രണ്ടിലോട്ട് ഭയങ്കര ജമ്പാണ് വണ്ടി. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി പറക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ സ്പീഡിൽ കൊടുത്താണ്ടോ, നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് ആക്സിലേഷൻ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി പറക്കും. ഒരു രക്ഷയില്ലാത്ത എന്താ പറയുന്നത് പെർഫോമൻസ് ഉള്ളൊരു ഐറ്റമാണ്. അതിൻ്റെ ക്രോളിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. വണ്ടി എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറിപ്പോവും. ആൻഡ് അവിടെ ഒരാൾ പാത്തിരിക്കുന്നുണ്ടോ, ഇതൊന്ന് കളിക്കുന്നുണ്ടോ, നമ്മുടെ ലൂടെയാണത്, നമ്മുടെ ഷിറ്റ്സു ചെറുക്കൻ. അവനെ ഞാനിപ്പോൾ കുളിപ്പിച്ച് കയറ്റിയതുള്ളൂ. അവൻ ഇതിനെ പേടിയാണ്. അത് കാരണമാണ് അവനിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈറ്റും കൂടെ ഓൺ ചെയ്യാം, അപ്പോഴൊരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ എനിക്കിത് ഒറ്റക്കൈയിൽ ഇങ്ങനെ പിടിച്ച് ഓടിക്കുന്നതിൻ്റെ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് എന്താ പറയുക ഇതിൻ്റെ ഫുൾ പെർഫോമൻസും കാര്യങ്ങളും കാണിക്കാൻ പറ്റാത്തത്. നമ്മൾ വെളിയിലോട്ട് പോയിട്ട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നമ്മളിതിൻ്റെ ഫുൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. റിയർ വരുമ്പോഴത്തേക്കും എന്താ റിയറിൽ ലൈറ്റൊക്കെ കത്തും കേട്ടോ. പുറകോട്ടിറങ്ങത്തില്ല, റിവേഴ്സ് ലൈറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് കത്തും. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുമോ നമുക്ക് നോക്കാമേ. ഈ ടാങ്കിൻ്റെ ഈ ഒരു കുന്തത്തിൽ സിമ്പിളായിട്ട് കയറിപ്പോവും. അതുപോലെ തന്നെ തിരിച്ച് കയറിയിട്ട് ക്രോളിയായിട്ട് ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഹോബി ഗ്രേഡ് RC ഒക്കെ മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മേടിക്കാൻ പറ്റിയൊരു അടിപൊളി വണ്ടിയാണിത്. ഇതിൻ്റെ ഫുൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നാണ് ഞാൻ ഈ ഒരു റിവ്യൂ ഇടുന്നത്. അതായത് ഫുൾ പെർഫോമൻസ് ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ഫുൾ ത്രോട്ടിലൊക്കെ കൊടുത്ത് വണ്ടി പറക്കുവാണെങ്കിൽ ഒരു രക്ഷയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹോബി ഗ്രേഡ് RC അല്ലെങ്കിൽ RC കാരനോടൊക്കെ ഭയങ്കര ഭ്രാന്തുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുന്നത്, ഇതിന് കുറച്ച് ബഡ്ജറ്റ് അധികമാണ്. പക്ഷേ സാധാരണ ഹോബി ഗ്രേഡ് RC വെച്ചിട്ട് ഇതിൻ്റെ ബഡ്ജറ്റ് അധികമാണെന്ന് ഞാൻ പറയത്തില്ല. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതുവരെ ഞാനിത് അത്രയും സ്പീഡിൽ ഓടിച്ചിട്ടില്ല. ഫുൾ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഫസ്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പെർഫോമൻസും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം അറിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മേടിച്ച ഹോബി ഗ്രേഡ് RC. അപ്പോൾ പണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇട്ടായിരുന്നു, ബ്രോ ഒരു ഹോബി ഗ്രേഡ് മേടിക്കാൻ പറഞ്ഞ്. അന്ന് ആ കമൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റിയില്ല. കാരണം മേടിക്കുമല്ലോ നമുക്കറിയില്ല. കാരണം ഇതിൻ്റെ ഒരു വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക സമയം ഒത്തു വന്നു. നമ്മളത് ഒറ്റ മൈൻഡെന്ന് പറയത്തില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്യുകയല്ല, കൈ പൈസ വന്നപ്പോൾ തന്നെ നേരെ പോയി സാധനം മേടിക്കുകയായിരുന്നു. വേറെ ഒന്നും ആലോചിച്ചില്ല. എടുക്കണ്ടോ എന്ന് രണ്ടാമതൊരു തോട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നുകൂടെ ആലോചിച്ചെങ്കിൽ മിക്കവാറും നമ്മൾ എടുക്കില്ലായിരുന്നു. നേരെ കടയിൽ ചെല്ലുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു, വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇത് മേടിച്ചത് പേട്ടയുള്ള ഫ്രിസ്ബി സ്റ്റോറിൽ നിന്നാണ്. എന്താ പറഞ്ഞത്, എല്ലാവർക്കും ഓടിപ്പോയി മേടിക്കാൻ പറ്റുന്ന സാധനം അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ മേടിച്ച് ഓടിച്ച് നോക്കുക. അന്യ എക്സ്പീരിയൻസ് തരുന്ന ഒരു കിടിലൻ മുതലാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ചേട്ടനോട് ചോദിക്കുകയുണ്ടായി, നിനക്കെന്തിൻ്റെ സുഖേടാണ്? അപ്പോൾ സുഖേടൻ അവിടെ വേറെ വാക്കൊക്കെയാണ്, ബട്ട് സോക്കേട് എന്താണെന്ന് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫുൾ പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് എല്ലാവർക്കും ബായ്.